4 കോടി മലയാളികളുടെ തലയ്ക്ക് മുകളിൽ 130 വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ട്. ഒരു വശത്ത് തമിഴ്നാട് സർക്കാർ പറയുന്നു വെള്ളം നിർത്തില്ല, മറ്റൊരു വശത്ത് ഒരു മനുഷ്യൻ 20 വർഷമായി ഒറ്റയ്ക്കൊരു പോരാട്ടം നടത്തുന്നു. അദ്ദേഹം പറയുന്നു ഇത് വെറുമൊരു ഡാമല്ല, ഇതൊരു ടൈം ബോംബാണെന്ന്. ടുഡേ ടെയിൽസ് അൺടോൾഡ് വിത്ത് ടിൻഡു രവീന്ദ്രനിൽ സേവ് കേരള ബ്രിഗേഡിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയ്. ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഡാം. മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രീ വിജയന് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. അതെല്ലാം മാനിപ്പുലേഷൻസ് ആണ്, ഫേക്ക് ആണ്, അൺസയന്റിഫിക് ആണെന്ന്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു PMF ഫിക്സ് ചെയ്താൽ ഈ ഡാം പൊളിച്ചളയണം. അതായത് ഒരു മനുഷ്യന്റെ ജീവന് അവരെത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. മുല്ലപ്പെരിയാർ ഡാം റിസർവോയർ സൈഡിലേക്ക് 20 ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ട്. എല്ലാ ഡാമിന്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. 2030 സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഈ വയറ്റില പോലും ഒരു എപ്പിസെന്റർ ആണ്. അതിന് കേരള സർക്കാർ ആ ഫയൽ പൂഴ്ത്തി വെച്ചിരിക്കുക. അത് ആരാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഏത് ഉദ്യോഗസ്ഥനാണെന്നും എനിക്കറിയാം. നമ്മൾ വൈകിക്കൂടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ മക്കളുടെ ജീവനാണ്. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ, പക്ഷെ ഞാൻ തകരാൻ കൊടുത്തില്ലല്ലോ. വെൽക്കം സർ. വെൽക്കം സർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സാർ ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൻ്റെ പുറകെയാണ്. ഇപ്പം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ വന്നു, കേരളത്തിലും പുതിയ സർക്കാർ വന്നു. സാറിന് തോന്നുന്നത് ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടാണോ അതോ പുതിയ തലവേദനയാണെന്നാണോ? തീർച്ചയായിട്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് തന്നെയാണ്. കാരണം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രീ വിജയനെ കാണുന്നുണ്ട്. അത് അങ്ങനെ ഒരു കാഴ്ച തരപ്പെടുത്തുന്നത് തന്നെ അവിടുത്തെ കർഷക നേതാക്കളാണെന്ന് അറിയണം. തമിഴ്നാട്ടിലെ കർഷക നേതാക്കളും ആണ് വിജയമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയാം, കർഷക നേതാക്കൾക്ക്. കാരണം ഈ ഡാം തകർന്നു പോയാൽ അറ്റ്ലീസ്റ്റ് തമിഴ്നാടിൻ്റെ എക്കണോമി ഒന്നും കർഷകർക്ക് വലിയ വിഷയമല്ല. അവരുടെ അനുദിന ജീവിതത്തെ ബാധിക്കരുത്, അത് അവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഡാം തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന കർഷക നേതൃത്വവും കർഷകരും തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി വിജയുടെ പ്രസ്താവന അനുസരിച്ച്, ലേറ്റസ്റ്റ് പ്രസ്താവന അനുസരിച്ച് 2014 സുപ്രീം കോർട്ടിൽ നിന്നും ഓർഡർ വന്നത് അനുബന്ധിച്ച് 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക് വെള്ളത്തിന്റെ ആ ഒരു അനുപാതം, അത് ആ ഒരു ഹൈറ്റ് കൂട്ടും എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് പ്രസ്താവന. അതെ, അത് 2014 ജഡ്ജ്മെന്റ് അനുസരിച്ച് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രീ വിജയന് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. പക്ഷേ 2014 ജഡ്ജ്മെന്റ് എങ്ങനെയാണ് വന്നതെന്ന് ചിന്തിക്കുമ്പോൾ എനിക്കത് പറയാൻ കഴിയില്ല. ഒരു എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതാണ് ഒരു ഹോളിസ്റ്റിക് എക്സാമിനേഷൻ നടത്തിയത് 80s. അതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടും സബ്സീക്വന്റ് എക്സാമിനേഷനും ഒക്കെ നോക്കിയിട്ടാണ് 2014 ജഡ്ജ്മെന്റ് വന്നത്. അതെല്ലാം മാനിപ്പുലേഷൻസ് ആണ്, ഫേക്ക് ആണ്, അൺസയന്റിഫിക് ആണെന്ന് ഞാൻ സുപ്രീം കോടതിയിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കോടതിക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PMF ഫിക്സേഷൻ. PMF എന്ന് പറഞ്ഞാൽ പ്രോബബിൾ മാക്സിമം ഫ്ലഡ് ആണ്. ഈ പ്രോബബിൾ മാക്സിമം ഫ്ലഡ് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ചാണ് ഒരു ഡാമിൻ്റെ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുക. എത്ര പൊക്കം വേണം, എത്ര നീളം വേണം, ബാക്കിയുള്ള എന്തെല്ലാം വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ PMF വെച്ചിട്ടാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു PMF ഫിക്സ് ചെയ്താൽ ഈ ഡാം പൊളിച്ചളയണം. കാരണം അതിൻ്റെ ഹൈറ്റ് കൂട്ടേണ്ടി വരും, വിഡ്ത്ത് കൂട്ടേണ്ടി വരും, കംപ്ലീറ്റ് സ്ട്രക്ചർ മാറ്റേണ്ടി വരും. ഒരു വാട്ടർ ലെവൽ കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ബോർഡ് വേണമെന്നുണ്ട്. അതൊക്കെ PMF-ൽ പറയുന്നതാണ്. വാട്ടർ ലെവൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ 142, അതിൻ്റെ മേലെ ഒരു PMF വേണം. എവിടെയാണോ വാട്ടർ ലെവൽ ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ മേലെ PMF പോട്ടെ ഫ്രീ ബോർഡ് വേണം. പക്ഷെ ഇപ്പോൾ ഫ്രീ ബോർഡില്ല. ഫ്രീ ബോർഡിന് പകരം പാരപ്പറ്റ് വാള് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുക. അത് അൺസയന്റിഫിക് ആണ്. ആ ഒറ്റ കാരണം മതി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യപ്പെടാൻ. PMF ഫിക്സേഷന് USA-ലേക്ക് എടുക്കേണ്ടത് 10,000 വർഷത്തെ അവൈലബിൾ ഫ്ലഡ് ആണ്. അതായത് ഹിസ്റ്ററിയിൽ ഉള്ള എല്ലാ ഫ്ലഡും എടുക്കും അവർ. അതായത് ഒരു മനുഷ്യൻ്റെ ജീവന് അവരെത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ഒരു 10,000 വർഷത്തെയാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ്. 10,000 വർഷത്തെ എല്ലാം ഡാറ്റ അവൈലബിൾ ആവണമെന്നില്ല. അവൈലബിൾ ഡാറ്റ എടുത്തിട്ടാണ് PMF ഫിക്സ് ചെയ്തിട്ട് ഡാം കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് തന്നെ. അത് യൂറോപ്പിലാണെങ്കിൽ 1000 years,
ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 years എടുത്താൽ തന്നെ ഈ PMF മാറും. PMF മാറും എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എൻ്റയർ സ്ട്രക്ചർ മാറ്റേണ്ടി വരും. കാരണം ഏറ്റവും വലിയ ഫ്ലഡ് ഉണ്ടായത് 1924 1924 ഫ്ലഡിനാണ് പറയുന്നത് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ആ ഫ്ലഡ് എടുത്തു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു കളയേണ്ടി വരും, നിലനിർത്താൻ പറ്റൂല. PMF ഒക്കെ മാറും. അത് മാത്രമല്ല, അപ്പോൾ ആ PMF ഫിക്സേഷൻ മാത്രം മതി ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയാനായിട്ട്. അതൊന്നും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് 2014 വന്നിട്ടില്ല. മാത്രമല്ല, ഈ എംപവേർഡ് കമ്മിറ്റി ഒരു ഇത് നടത്തിയായിരുന്നു, ഒരു ROV സ്റ്റഡി നടത്തിയായിരുന്നു. ഈ ROV സ്റ്റഡിയിൽ മുല്ലപ്പെരിയാർ ഡാം റിസർവോയർ സൈഡിലേക്ക് 20 ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല. മാത്രമല്ല, 300ഓളം CD അവർ തയ്യാറാക്കിയതിൽ 10-12 CD മാത്രമാണ് സുപ്രീം കോടതി വന്നത്. ഇങ്ങനെ എണ്ണി പറയാനുള്ള മാനിപ്പുലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് അൺസയൻറ്റിഫിക് ആണ്, മാനിപ്പുലേറ്റഡ് ആണ്, ഫേക്ക് ആണെന്ന് വിത്ത് പ്രൂഫ് ഞാൻ സുപ്രീം കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊന്നും വേണ്ടല്ലോ. ഇവിടെ ഒരു എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയ കേരളം 3rd സോണിലാണ്. ഈ അഴിമതിക്കാരെല്ലാവരും കൂടി 84 ഡാംസ് ഉണ്ടാക്കി വെച്ച്, 84 ഡാംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തന്നെ 64 സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് വെള്ളത്തിനടിയിലാക്കിയത്. എത്ര ജീവികൾ ചത്തുപോയി, മരിച്ചുപോയി. 65 സ്ക്വയർ കിലോമീറ്റർ ഇടുക്കി. അങ്ങനെ 84 ഡാംസ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ നോക്കുമ്പോൾ വെള്ളം എങ്ങനെ കിടക്കുന്നത്, അങ്ങനെ വെള്ളം കിടന്നാൽ അതിൻ്റെ അർത്ഥം എന്താ, ആ വെള്ളത്തിൻ്റെ മർദ്ദം താഴേക്കുണ്ടെന്നാണ്. വെള്ളത്തിൻ്റെ ഒരു ഹൈ പ്രഷർ താഴേക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ താഴെയുള്ള പ്ലേറ്റ്സ്, റോക്സിൻ്റെ ഒരു പ്ലേറ്റ്സ് ഉണ്ടല്ലോ, ആ പ്ലേറ്റ്സ് ഇങ്ങനെ തെന്നി മാറും. അത് സ്വാഭാവികം. ഈ പ്രഷർ താങ്ങാനാവാതെ റോക്സ് തെന്നി മാറുക സ്വാഭാവികം. ഇവിടെ നിന്ന് തെന്നി മാറി നൈബറിങ് സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട് റോക്സ്, ഭൂമിക്കടിയിലുള്ള റോക്സ്. അപ്പം അങ്ങനെ തെന്നി മാറുമ്പോൾ എന്ത് വെച്ചെന്നറിയോ, വലിയ ഗർത്തങ്ങൾ എല്ലാ ഡാമിൻ്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് കാരണം ഈ 84 ഡാംസ് കാരണം ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള റെഡ് സോണിൽ, അതായത് 3rd സോണിൽ വന്നിരിക്കുന്നു. ഇവിടെ 240 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറുതാണെന്ന് മാത്രം. ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി 1900 നല്ലേപ്പള്ളി എന്ന് പറയുന്ന പാലക്കാടൻ, ചിറ്റൂർ താലൂക്കിലെ പാലക്കാടൻ ഗ്രാമത്തിൽ. അത് 6.1 മാഗ്നിറ്റ്യൂഡാണ് വന്നത്. അതിന് കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് പറയുന്നത്. കോയമ്പത്തൂർ, പൊള്ളാച്ചി, സേലം, പിന്നെ കൊച്ചി, ഇങ്ങനെയുള്ള ഏരിയ മുഴുവനും അതിൻ്റെ പ്രകമ്പനങ്ങളുണ്ടായി. അന്ന് കേരളം ഒന്നും ഇത്ര ഡെവലപ്ഡ് അല്ല, ഇത്ര ബിൽഡിങ്സ് ഒന്നുമില്ല. പാലക്കാടിനെ സംബന്ധിച്ച് ഒട്ടും ഡെവലപ്ഡ് അല്ല. അപ്പം അതുകൊണ്ട് വലിയ ഒത്തിരി ആൾക്കാർ മരിച്ചു, ഒത്തിരി കെട്ടിടങ്ങളൊക്കെ വീണു, പക്ഷേ വലിയ ഡാമേജ് ഉണ്ടായില്ല. അതേ ഭൂകമ്പം തന്നെ 4 വർഷത്തിനുള്ളിൽ റിപ്പീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് സീസ്മോളജിസ്റ്റുകൾ. ഇന്ത്യയിലെ പ്രമുഖരായ സീസ്മോളജിസ്റ്റ് പറയുന്ന അതാണ്. ഈ നല്ലേപ്പള്ളി ഭൂകമ്പം ഇപ്പോൾ 2026 അല്ലേ, 2030 സംഭവിക്കുമെന്നാണ് പറയുന്നത്. അത്തരം ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായ ഇവിടെ ഏതൊക്കെ ഡാം വീഴും എന്നുള്ളത് ആർക്കും നിശ്ചയിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ 240 ഭൂകമ്പങ്ങളിൽ മാക്സിമം മാഗ്നിറ്റ്യൂഡ് വന്നിരിക്കുന്നത് 4.1 ആണ്. ഇതെല്ലാം കേരള സർക്കാരിൻ്റെ റെക്കോർഡ്സ് ആട്ടോ, ഞാൻ ചുമ്മാ അവിടെ ഇരുന്ന് പറയുന്നതൊന്നുമല്ല. ഇത് KSEBയുടെ റെക്കോർഡാണ്. അത് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ 4.1 ആണ് ഏറ്റവും കൂടുതൽ മാഗ്നിറ്റ്യൂഡ് വന്നത്. ഈ വൈറ്റില പോലും ഒരു എപ്പിസെൻ്ററാണ്. അത് പുറത്ത് പറഞ്ഞിട്ടില്ല, ജനം പാനിക്കായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കിട്ടിയ ഇൻഫർമേഷനാണ്. അപ്പം പാനിക് ആവേണ്ടടുത്ത് പാനിക് ആവുക തന്നെ വേണം, എന്നാലല്ലേ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മണ്ടനായിട്ടിരിക്കുകയല്ലേ ഉള്ളൂ. അപ്പം ഈ 4.1 മാഗ്നിറ്റ്യൂഡ് ഉണ്ടായത്, കേരളത്തിലുണ്ടായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിലാണ് സംഭവിച്ചെങ്കിൽ അപ്പം തന്നെ ഡാം വീഴും. മനസ്സിലായി? ഈ ഡാമിൽ 1979 ഒരു ക്രാക്ക് വന്നിട്ടുണ്ട് ഭൂകമ്പം കൊണ്ട്. അവിടെ ഉണ്ടായതാണ് ഭൂകമ്പം.
ചെറിയ ഭൂകമ്പം ആയതുകൊണ്ട്, ചെറിയ മൈനർ ഭൂകമ്പം ആയതുകൊണ്ടാണ്. 1979 ഉണ്ടായിട്ടുണ്ട്, 2011 ഉണ്ടായിട്ടുണ്ട്. ഈ ഈ ഈ ചെറു ഭൂകമ്പങ്ങൾ കൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് ക്രാക്ക് വന്നിട്ടുണ്ട്. ഇനി പെനിക്കുക്ക് ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചല്ല, അപ്പൊ തന്നെ ക്രാക്ക് വന്നിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ട്. ഇന്നേ വരെ അത് ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു 2014 എങ്കിൽ ജഡ്ജ്മെന്റ് വേറെ ആയേനെ. അതെല്ലാം ഞാനിപ്പോൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ റെസ്പെക്റ്റീവ് ഗവൺമെന്റ്സ് മറച്ചു വെച്ച കാര്യങ്ങൾ വിത്ത് എവിഡൻസ് ഞാനിപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യട്ടെ. കേരള ഗവൺമെന്റ് കുറ്റകരമായൊരു വീഴ്ച ഇപ്പം ചെയ്തിട്ടുണ്ട്. അത് ആരാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഏത് ഉദ്യോഗസ്ഥനാണെന്നും എനിക്കറിയാം. കഴിഞ്ഞ ഒക്ടോബർ 13 സുപ്രീം കോടതി കൊടുത്ത ഡയറക്ഷനാണ് ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാനായിട്ട് കാരണമുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട്. അതിന് കേരള സർക്കാർ ആ ഫയൽ പൂഴ്ത്തി വെച്ചിരിക്കുക. മനസ്സിലായ? നമ്മൾ ആലോചിക്കണം, കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ ആലോചിക്കണം. നമ്മുടെ ഗവൺമെൻറ്, തമിഴ്നാടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കാം. നമ്മുടെ ഗവൺമെൻറ് ഇത്രയും നാളായിട്ട് അതിനൊരു സപ്പോർട്ട് അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാതെ അനങ്ങാതിരിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അല്ലെങ്കിൽ KSEBയിലെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പലരും തമിഴ്നാട് പക്ഷപാതികളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവരെയൊക്കെ ജനങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ജനങ്ങളായിട്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ആരാണ് നമ്മുടെ ടാക്സ് മേടിച്ച് ശമ്പളം മേടിച്ച് നമുക്കിട്ട് തന്നെ പാര പണിയണത് ആരാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടെത്തണം. ഏത് ഉദ്യോഗസ്ഥനാണെന്നുള്ളത് കണ്ടെത്തണം. നമ്മൾ വൈകിക്കൂടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ മക്കളുടെ ജീവനാണ്, നമ്മുടെ സഹോദരന്മാരുടെ ജീവനാണ്, സഹോദരിമാരുടെ ജീവനാണ്, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ജീവിതമാണ്. അത് വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കളിക്കാൻ നമ്മൾ വിടരുത്. കണ്ടെത്തണം. എന്തുകൊണ്ട് ഒക്ടോബർ മാസം 13 കഴിഞ്ഞ 2025 ഒക്ടോബർ മാസം 13 വന്ന സുപ്രീം കോടതിയുടെ ഡയറക്ഷന് കേരളം പ്രതികരിച്ചിട്ടില്ല? കേരളത്തിലെ ഭരണ നേതൃത്വത്തെ യഥാവിധി ഉദ്യോഗസ്ഥന്മാർ ഇത് അറിയിച്ചിട്ടില്ല എന്നുള്ളത് പരിശോധിക്കപ്പെടണം. ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഉദ്യോഗസ്ഥരെയും ഗവൺമെന്റിനെയും എല്ലാം ഇതിലെന്തായാലും ടാഗ് ചെയ്യുന്നതാണ്. വി നീഡ് ആൻ ആൻസർ. സാറിൻ്റെ ഇത്രയും സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം എഡ്യൂക്കേഷൻ വൈസ് കേരളം ഭയങ്കര മുന്നോട്ടാണ്. എല്ലാവരും ഇന്ത്യ മുഴുവൻ പറയുന്നത് ഏറ്റവും എന്താ പറയുക എഴുത്തും വായനയും ഉള്ളത്, സാക്ഷരതയുള്ള സംസ്ഥാനം, എഡ്യൂക്കേഷൻ വൈസ് നമ്മളെല്ലാവരും ഭയങ്കര മുന്നോട്ടാണെന്ന്. പക്ഷേ ഒരു മോഹൻജദാരെ, ഒരു നളന്തയൊക്കെ പോലെ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് റിസർച്ചേഴ്സൊക്കെ ഇവിടെ വന്ന് നമുക്കൊരു നല്ല സംസ്കാരം ഉണ്ടായിരുന്നു, ഇവിടെ നല്ല ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ആ ഒരു സംസ്കാരത്തിനെ കുറിച്ച് നമ്മളെല്ലാവരും മണ്ണടിഞ്ഞു പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഫൂൾസ് ആണ് നമ്മളെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ടിൻഡു പറയുന്ന കാര്യം, ഒരു കാലത്ത് ഇവിടെ ഒരു ഗവേഷകന്മാർ വരാം, ഇവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, നല്ലൊരു ഭാഷയുണ്ടായിരുന്നു, വൃത്തിയുള്ള ജനങ്ങളുണ്ടായിരുന്നു. അവർ എന്തുകൊണ്ടാണ് നാമാവശേഷമായി പോയത്? ഇവിടെ എന്താണ് പുല്ലുക പോലും മുളയ്ക്കാത്ത ഊഷരഭൂമിയായിട്ട് ഈ പ്രവിശ്യ മാറിയതെന്ന് പഠിക്കാൻ തീർച്ചയായിട്ടും ആൾക്കാർ വരും. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ, പക്ഷെ ഞാൻ തകരാൻ വിടത്തില്ലല്ലോ. ഞാൻ തകരാൻ വിടത്തില്ല. എനിക്കൊരു മിസ്റ്റേക്കായിട്ട് പറയുകയാണെങ്കിൽ, സ്പിരിച്വലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല, KSEBയിലെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെയും സർക്കാരിലെ പല ഉദ്യോഗസ്ഥന്മാരും ടോപ്പ് ഒഫീഷ്യൽസ് പറയുന്നുണ്ട്. കാരണം അവർക്ക് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് വളരെ കൃത്യമായ അറിവുണ്ട്. അപ്പോൾ അവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് മുല്ലപ്പെരിയാർ ഡാമിനെ നോക്കിക്കാണുന്നത്. ഈ ഡാം വീഴാതെ നിൽക്കുന്നത് അത്ഭുതമാണെന്ന് എല്ലാവരും പറയുന്നു. എല്ലാവരും, ഒരാൾ പോലും എക്സെപ്ഷൻ ഇല്ലാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് റസൽ ഇങ്ങനെ ഹോണസ്റ്റായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഡാം എന്നാ പറയുന്നത്. അപ്പോൾ അത് ഞാനും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് വരെ ദൈവം തന്നെ ഈ ഡാമിനെ പിടിച്ചു നിർത്തും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്.